അന്വേഷിച്ച് നടന്നപ്പോഴാണ് കുട്ടനാടൻ ഉൾഗ്രാമത്തിൽ ഒരു വീടുണ്ട്. ഭാർഗവി നിലയം പോലെ ഒരു വീടാണ്. '98 ഈ ഒരു സ്റ്റോറി നടന്നിട്ടുള്ളത്. കുട്ടനാടൻ ഉൾഗ്രാമത്തിലായിരുന്നു ഈ ഒരു ഇൻസിഡന്റ് നടന്നത്. അന്നത്തെ കാലത്ത് ഒരു ടാക്സി ഡ്രൈവർ ആയാലും മധുവിന് ഒരു വീട് അന്വേഷിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പെട്ടെന്ന് പാർട്ടീഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ സഹോദരങ്ങളെല്ലാം സെപ്പറേറ്റഡ് ആയി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വീടും സ്ഥലവും തന്നെ അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. കാരണം വീട് ഉണ്ടാക്കാനുള്ള ഒരു ടൈമില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം അന്വേഷിച്ച് നടന്നപ്പോഴാണ് കുട്ടനാടൻ ഉൾഗ്രാമത്തിൽ ഒരു ഭാർഗവി നിലയം പോലെയുള്ള ഒരു വീട്. അന്നത്തെ കാലഘട്ടത്തിൽ അത് വലിയൊരു വീടായിരുന്നു എല്ലാവരും കണ്ടിട്ട്. അദ്ദേഹം അവിടെ പോയി നോക്കി. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് പഴക്കം ചെന്നൊരു വീടാണ്. പക്ഷേ ചൂട് വിലയ്ക്കായിരുന്നു അത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വാങ്ങണം എന്നുള്ളൊരു എന്താ പറയുക ഒരു ആഗ്രഹം തോന്നി. ചൂട് വിലയ്ക്കാണ് ആ വീട്ടുടമസ്ഥ ഒരു വീട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത്. ആ വീടും ചുറ്റുപാടും അദ്ദേഹം അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് കുറച്ച് പാരനോർമൽ ആക്ടിവിറ്റീസ് അരങ്ങേറുന്ന ഒരു ഇടമാണ് അതൊന്നും. പക്ഷെ അദ്ദേഹത്തിന് അതിലൊന്നും വിശ്വാസമില്ലായിരുന്നു. അവിടെ തൊട്ടടുത്തുള്ള കടകളിലും അതുപോലെ തൊട്ടടുത്ത നൈബേഴ്സിനോടെല്ലാം ചോദിച്ചപ്പോഴും അവർ ഇത് തന്നെ പറയുന്നത്, നിങ്ങൾ കുടുംബത്തോടെ താമസിക്കാൻ വരികയാണെങ്കിൽ ഇത് വാങ്ങണ്ട. 1-2 ദിവസം വന്ന് താമസിച്ച് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കുടുംബത്തോടെ സ്ഥിരമായി താമസിക്കാൻ പറ്റിയതല്ല ആ വീടെന്ന്. പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും ഒരു വിഷയമല്ല. കാരണം ഈ ഒരു സ്കാരി ഹൊറർ അതേപോലെ സ്പിരിറ്റ് ഇതിലൊന്നും വിശ്വാസമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഈ മധു എന്ന് പറഞ്ഞ വ്യക്തി. ഈ ഒരു സംഭവം അദ്ദേഹത്തിന് വീട്ടിൽ പോയി പറഞ്ഞപ്പോഴും അവരുടെ ഭർത്താവ് അതായത് മധു എന്താണോ പറയുന്നത് അത് മാത്രം അനുസരിക്കുന്ന ഒരു ഭാര്യയും മക്കളുമായിരുന്നു അവർക്ക്. അവരുടെ ബന്ധുക്കൾ പറഞ്ഞ ആര് പറഞ്ഞതും ഈ ഒരു മധു എന്ന് പറഞ്ഞ വ്യക്തി വിശ്വസിച്ചില്ല. അദ്ദേഹം അത് ആ ഒരു വീട് വാങ്ങാൻ തന്നെ വിചാരിച്ചു. അദ്ദേഹം വിചാരിച്ചു ഇത്രയും വലിയൊരു കെട്ടിടം പണിത് ഉയർത്താൻ ഒരുപാട് കാശ് വേണം. ഇതിപ്പോൾ ചൂള വിലക്കാണ് ആ ഒരു വീടും സ്ഥലം. എന്ത് തന്നെയാണെങ്കിലും തനിക്കത് വാങ്ങണം. അങ്ങനെ അദ്ദേഹം ആ ഒരു വീട് വാങ്ങി. അവർ താമസം തുടങ്ങിയ അന്ന് രാത്രി. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിൻ്റെ അകത്ത് ഇത്രയും വലിയ ഭാർഗവി നിലയം പോലത്തെ വീടാണെങ്കിലും ബാത്റൂം ഫെസിലിറ്റീസ് അകത്തില്ല, എല്ലാം പുറത്താണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു 80% വീട്ടിലും പുറത്തായിരിക്കും ബാത്റൂമൊക്കെ, അകത്ത് കാണില്ല. അപ്പോൾ ഈ ഒരു വീട്ടിലും സംഭവം അത് തന്നെ. അപ്പോൾ ഇവരുടെ മൂത്ത മോന് ഒരു 12 വയസ്സ് പ്രായം കാണും. ആ കുട്ടിക്ക് മൂത്രമൊഴിക്കാൻ വേണ്ടി രാത്രി വാതിൽ തുറന്ന് പുറത്തിറങ്ങി. അപ്പോൾ ടൈം ഒരു 1 മണി ആയി കാണും. ആ ഒരു ടൈമിലാണ് ഈ ഒരു കുട്ടി വാതിൽ തുറക്കുന്നത്. വാതിൽ തുറന്നപ്പോൾ അവൻ ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ അനിയനെ എടുത്തിട്ട് വീട്ടിൻ്റെ മുൻവശത്ത് നിൽക്കുന്നു. അപ്പോൾ ആ ഒരു ചെറിയ പ്രായമാണ് ഇത്, 12 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇവൻ ചിന്തിച്ചു എന്തിനായിരിക്കും ഈ ഒരു അസമയത്ത് എൻ്റെ അച്ഛൻ വാവയും കൊണ്ട് ഇവിടെ നിൽക്കുന്നത്, എന്തിനായിരിക്കും അവൻ ചിന്തിച്ചു. പിന്നെ അവൻ്റെ ആ ഒരു ഉറക്കപ്പിച്ച് കാരണം അവൻ വേഗം പോയി ഇവനകത്ത് കയറി അവന്റെ റൂമിലേക്ക് പാസ് ചെയ്യുമ്പോഴാണ് അച്ഛനും അമ്മയും കിടക്കുന്ന റൂമിൽ എന്തോ സംഭാഷണം കേൾക്കുന്നത്. അവൻ അവിടേക്ക് നോക്കിയപ്പോഴാണ് ഞെട്ടിപ്പോയത്. അച്ഛനും അമ്മയും ഉറങ്ങിയിട്ടില്ല, അവർ സംസാരിക്കുന്നു. പിന്നെ ആരെയാണ് ഞാൻ പുറത്ത് വെച്ച് കണ്ടത്? അവനാകെ കൺഫ്യൂഷനായി. പോയി കിടന്നിട്ടും അവൻ ഉറക്കം കിട്ടിയില്ല. എന്തായാലും നാളെ ആവട്ടെ ഈ ഒരു വിവരം അച്ഛനെയും അമ്മയെയും അറിയിക്കണമെന്ന് അവൻ വിചാരിച്ചു. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞു. ആ വീട്ടിലെ കിണറിലായിരുന്നു പ്രശ്നമുണ്ടായിരുന്നു. അത് അവർക്ക് പോലും അറിയില്ലായിരുന്നു. രാത്രി കാലങ്ങളായ ആ കിണറിനുള്ള സംഭാഷണങ്ങളും ആരൊക്കെയോ ആ കിണറിനുള്ളിൽ പുറത്തേക്ക് വരുന്നതായിട്ടും എല്ലാം അവിടെ സംഭവങ്ങൾ അരങ്ങേറുന്നു. പക്ഷെ ഈ വീട്ടുകാർ മാത്രം സംഭവങ്ങളൊന്നും അറിയില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹം ഒരു കാർ ഡ്രൈവറായിരുന്നു, ഒരു ടാക്സി ഡ്രൈവറായിരുന്നു. രാത്രി 11 മണിയോടെയാണ് സാധാരണ അദ്ദേഹം വീട്ടിലെത്താറുള്ളത്. ഒരു ദിവസം അദ്ദേഹം ഭക്ഷണം കഴിച്ച് രാത്രി കിടന്നു. അപ്പോഴാണ് മധുവിന്റെ ഭാര്യ എന്തോ സൗണ്ട് കേട്ട് ടോർച്ച് അടിച്ച് പുറത്തേക്ക് നോക്കിയത്. അവള് വളരെ വ്യക്തമായി കണ്ടു ആരൊക്കെയോ പുറത്തുണ്ട് സിറ്റ് ഔട്ടിന്റെ അടുത്ത്. ഈ അർദ്ധരാത്രിക്ക് ആരായിരിക്കും അവിടെ നിൽക്കുന്നത്? അവർ മാത്രമല്ല മറ്റാരൊക്കെയോ ഉള്ളതായി തോന്നി. പക്ഷെ അവർ മനുഷ്യരല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ അവർക്ക് മനസ്സിലായി. അവൾ പെട്ടെന്ന് തന്നെ അലറി വിളിക്കുന്നത് പോലെ വിളിച്ചു മധുവിന് കാട്ടിക്കൊടുത്തു. അപ്പോഴാണ് അവനും പുറത്തേക്ക് നോക്കുന്നത്. മധുവും ഒരു നിമിഷം പകച്ചുപോയി. തന്റെ വീട്ടിലേക്കുള്ളവരാണെങ്കിൽ കോളിംഗ് ബെൽ അടിക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ കതക് തട്ടേണ്ടതല്ലേ? എന്തുകൊണ്ടായിരിക്കും അവരൊന്നും മിണ്ടാതെ പുറത്തു നിൽക്കുന്നത്? സാധാരണഗതിയിൽ കോളിംഗ് ബെൽ അടിക്കുക വാതിൽ തട്ടുക ചെയ്യേണ്ടതല്ലേ. അങ്ങനെ അവർ വിൻഡോയുടെ ഉള്ളിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് കയ്യിലുള്ള ടോർച്ച് താഴെ വീണത്. ആ ഒരു സൗണ്ട് പുറത്തേക്ക് കേൾക്കലും പുറത്തുള്ളവർ അപ്രത്യക്ഷമാകലും ക്ഷണനേരം കൊണ്ടായിരുന്നു.
അതോടെ ഒരു കാര്യം മധുവിന് ഉറപ്പായി. എന്തൊക്കെയോ പ്രശ്നം ഇവിടെ ഉള്ളത് സത്യമാണെന്നുള്ളത് ഈ ഒരു മധുവിനും ഭാര്യയ്ക്കും മനസ്സിലായി. പക്ഷെ മക്കളെ ഒന്നും അറിയിക്കാതെ അവർ പോയി കടന്നു. പക്ഷേ അന്ന് രാത്രിയും ആ കിണറിനെ ബേസ് ചെയ്ത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആരൊക്കെയോ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം മധുവിന്റെ ഭാര്യ മകനെ സ്കൂളിൽ അയച്ചതിന് ശേഷം അടുക്കളയിൽ ജോലിയിലായിരുന്നു. അപ്പോഴാണ് വീടിന്റെ അകത്ത് നിന്ന് എന്തോ സൗണ്ട് കേട്ടത്. അവര് വന്ന് നോക്കിയപ്പോൾ ഒരു റൂമിന്റെ അകത്ത് ഡോർ ഇങ്ങനെ ചാരിയ നിലയിലായിരുന്നു. പക്ഷെ ആ റൂമിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഒരു വല്ലാത്തൊരു വെളിച്ചം, ഒരു ശരിയല്ലാത്തൊരു വെളിച്ചം അവർക്ക് തോന്നി. അവർ ആ റൂമിന്റെ അടുത്തെത്തി ആ റൂമിലേക്ക് എത്തി നോക്കിയപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ അവർ നടുങ്ങിപ്പോയത്. അവിടെ 2 വ്യക്തികൾ ഇരിക്കുന്നു, ഒരാണും പെണ്ണും. അത് മനുഷ്യരല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾക്ക് മനസ്സിലായി. അവൾ ഒന്നുകൂടി 2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് നോക്കിയപ്പോഴാണ് അവൾ നടുങ്ങിപ്പോയത്. കാരണം അവളുടെ നേരെ 2 കൈകൾ വരുന്നുണ്ടായിരുന്നു. പിന്നീടൊന്നും അവർക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. കാരണം അവർ ബോധരഹിതരായി താഴെ വീണു. സ്കൂൾ വിട്ട് മകൻ വൈകുന്നേരം വന്നപ്പോഴാണ് അവൾ ബോധം തെളിയുന്നത് തന്നെ. കാരണം അവൻ വിളിച്ചപ്പോൾ മധു ഒരു കാർ ഡ്രൈവർ ആയതുകൊണ്ട് 6 മണിക്ക്, അതായത് പുലർച്ചെ 6 മണിക്ക് അവനെന്നും പോകേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ അവർ പുലർച്ചെ എണീക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം വെള്ളത്തിനായി കിണറിൻ്റെ അടുത്തേക്ക് പോവുകയായിരുന്നു ആ സാധു സ്ത്രീ. അവർക്കറിയില്ലല്ലോ ആ കിണറിലാണ് പ്രശ്നമെന്ന്. വീട്ടിലാണെങ്കിൽ എല്ലാവരും ഉറക്കമാണ്. കാരണം പുലർച്ചെ ഒരു 5 മണിയായിട്ടുണ്ടാവും ആ ഒരു ടൈം. അവർ വെള്ളം കോരാനായി കപ്പി കിണറ്റിലേക്ക് ഇട്ടു. അപ്പോഴാണ് ബാക്കിൽ ആരോ ഉള്ളതുപോലെ ഒരു നിഴൽ തോന്നിയത്. അവർ ബാക്കിലേക്ക് തിരിഞ്ഞതും ആ ഒരു കിണറ്റിലേക്ക് തള്ളിയിട്ടതും ഒരുമിച്ചായിരുന്നു. ആ ഒരു ടൈമിലാണ് മധുവിൻ്റെ മൂത്ത മകൻ മൂത്രമൊഴിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. അപ്പോഴാണ് ഒരു സൗണ്ട് കിണറിൻ്റെ അടുത്ത് നിന്ന് കേൾക്കുന്നത്. അവൻ ചിന്തിച്ചു, എന്തായിരിക്കും ആ സൗണ്ട്? എന്തായാലും അമ്മ എണീറ്റിട്ടുണ്ടാവും, അടുക്കളയിലേക്ക് ചെല്ലാം എന്ന് വിചാരിച്ച് അവൻ അങ്ങോട്ട് നടന്നു. പക്ഷെ അവിടെ ആരെയും കണ്ടില്ല. അവൻ മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് കിണറിൽ നിന്നാണ് ആ സൗണ്ട് എന്ന് അവന് മനസ്സിലായി. അവൻ വേഗം കിണറിലേക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് അമ്മ മുങ്ങിത്താഴുന്നതായിട്ട് അവൻ കണ്ടത്. അവൻ അലറി വിളിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് ഓടി. അങ്ങനെ കുട്ടിയുടെ കരച്ചിലും വീട്ടിലെ ബഹളമെല്ലാം കേട്ട് അയൽപക്കത്തുള്ളവർ ഓടി വന്ന് രക്ഷാപ്രവർത്തനം നടത്തി. അങ്ങനെ ആ സ്ത്രീയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. അപ്പോഴാണ് അവർ പറയുന്നത് അവർ വീണതല്ല, അവരെ ആരോ തള്ളിയിട്ടതാണെന്ന്. വ്യക്തമായും അവർ കണ്ടു ബാക്കിൽ ആരോ വന്ന് നിൽക്കുന്നതായി. ഇനി എന്തായും തനിക്കും കുഞ്ഞുങ്ങൾക്കും ഇവിടെ കഴിയാൻ പറ്റില്ലെന്നും ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നും അവർ പറഞ്ഞ് കരയാൻ തുടങ്ങി. ഇതിനോടൊപ്പം ആരൊക്കെയോ ഫോൺ ചെയ്ത് മധുവിന്റെ ഭാര്യയുടെ ആങ്ങളമാരെത്തിയിരുന്നു. അവരും പറഞ്ഞു ഇനി തന്റെ പെങ്ങളെ ഇവിടെ നിർത്താൻ പറ്റില്ല, തനിക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഇവിടെ താമസിച്ചോളൂ എന്നും അവർ പറഞ്ഞു. കാരണം ഇതിനു മുന്നേ അവർ പറഞ്ഞതായിരുന്നു ആ വീട് വാങ്ങണ്ട എന്ന്. പക്ഷെ മധു അതൊന്നും അന്ന് കേട്ടില്ല. അങ്ങനെ മധു ആദ്യമായി ആ വീടിന്റെ ദുരൂഹതയെ പറ്റി അന്വേഷിക്കുന്നു. അപ്പോഴാണ് അറിയുന്നത് വർഷങ്ങൾക്ക് മുന്നേ ഒരു അമ്മയും മക്കളും ആ കിണറ്റിൽ ചാടി മരിച്ചിട്ടുണ്ടെന്ന്. അവരുടെ ഭർത്താവാണെങ്കിൽ പിന്നെ കാലങ്ങൾക്ക് ശേഷം നാട് വിട്ടു പോയി എന്നുമാണ് അവിടെ അറിയാൻ കഴിഞ്ഞത്. ആ വീട് വർഷങ്ങളായി അടച്ചു കിടക്കുകയായിരുന്നു. ഈ അടുത്ത കാലത്തെന്നോ ഇതുപോലെ ആരോ അവിടെ താമസത്തിനെത്തി. അതും ഇതുപോലെ തന്നെ അവർ വിട്ടൊഴിഞ്ഞു പോവുകയായിരുന്നു, എന്തൊക്കെയോ കണ്ട് പേടിച്ച്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.